അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോൾ അപ്പോൾ നമ്മളെ പിന്നെ ഞാനിങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചൊരു വിഷയം, നമുക്ക് ഈ തെളിവുകളെക്കുറിച്ച്, യുക്തിയെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചാലോ? അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ പല ആളുകളെയും നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും ചില വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറയും അത് പിന്നെ അതിൻ്റെ കുറേ തിയറിയും അതിൻ്റെ കുറേ പിന്നെ കാര്യങ്ങളും ഡാറ്റയൊക്കെ വെച്ചിട്ടുള്ള അനലൈസിസൊക്കെ നടത്തും. പക്ഷെ പെട്ടെന്നൊരു ഒരു ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിൽക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ അവിടെ ലോജിക്ക് വർക്കാവില്ല, ഒരു ഇമോഷണൽ ഡിസിഷനാണ് പലപ്പോഴും വരിക. പലപ്പോഴും ആളുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ ഒരു ടെൻഡൻസി പലപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം മനുഷ്യനൊരു റാഷണൽ ബീയിങ് ആണ് മനുഷ്യൻ, അല്ലേ? മനുഷ്യനൊരു യുക്തിപരമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നമുക്ക് ഇതിൻ്റെ ഒരു വിവിധ വശങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ യുക്തി എന്ന് പറയുന്നത് പല ആളുകളും പല രീതിയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ കേവലം കോമൺ സെൻസ് എന്നതിനെ യുക്തി എന്ന് പറയാറുണ്ട്. അങ്ങനെ പല രീതിയിലും യുക്തിയെ പല രീതിയിൽ ആളുകൾ നിർവചിക്കാറുണ്ട്. യുക്തി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കിയാൽ മനസ്സിലാവുന്നത് ഒരു കോമൺ ആയിട്ടുള്ള നോളജ് എന്നുള്ളതാണ്. അപ്പോൾ ഐൻസ്റ്റീനൊക്കെ കോമൺ സെൻസിനെ നിർവചിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐൻസ്റ്റീൻ ആയിരിക്കാം, കോട്ട് കൺഫേം ചെയ്യണം, 18 വയസ്സ് വരെ നമ്മൾ ആർജിച്ചെടുക്കുന്ന നമ്മുടെ ബയാസസ് ആണ് കോമൺ സെൻസസ്. ഒരു കോട്ട് ശരിയായാലും തെറ്റായാലും ആ ഒരു സംഗതി അതിൽ പറഞ്ഞ ഒരു കണ്ടന്റ് ഏറെക്കുറെ അതാണ്. അതായത് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു സമൂഹത്തിൽ സാർവത്രികമായിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള പൊതുബോധം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കോമൺ സെൻസ് എന്നുള്ളത്. എന്നാൽ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്പം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ലോജിക്കിനെ തന്നെ നമ്മളെ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പല രീതിയിലുള്ള ലോജിക്ക് ഉണ്ട്, പല ഗ്രേഡിൽ കിടക്കുന്ന ലോജിക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ചിലപ്പോൾ ലോജിക്കിൻ്റെ നിയമം എന്ന് പറഞ്ഞിട്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതിലെന്താ വരുന്നത് വെച്ചാൽ യഥാർത്ഥത്തിൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ പറയല്ലോ എന്താണ് ചില നിയമങ്ങൾ, അതായത് അതായത് വൈരുദ്ധ്യങ്ങൾ, ഒരു കാര്യം പരസ്പര വിരുദ്ധമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നാണ് ശരിയെന്നുള്ളത് ഏത് മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ പുറത്തുനിന്ന് മഴ പെയ്യുന്നുണ്ട് എന്നൊരാളൊന്ന് പറയുന്നു, ഒരാൾ മഴ പെയ്യുന്നില്ല എന്ന് പറയുന്നു. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് തെറ്റായിരിക്കും. അതെ, രണ്ടും ഒരേ സമയം ശരിയാവില്ല. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോജിക്കിന്റെ ഏറ്റവും ടോപ്പ് കിടക്കുന്ന സംഗതി. ഇതിനാണ് പിന്നെ ഫിലോസഫിയിൽ ഒരു ഡിഡക്റ്റീവ് ലോജിക് എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു ടോപ്പിൽ, അതായത് പിന്നെ അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടൊരു സംഗതി സംഭവിക്കില്ല എന്നുള്ള ഒരു സംഗതി. അപ്പം ഇത് നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരേണ്ട ഒന്നാമത്തെ സംഗതി ഇത് തന്നെയാണ്. അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതി ഒരാൾ ഒന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ലോജിക്കലല്ല, അത് യുക്തിപരമായിട്ടൊരു ചിന്ത അല്ല. അത് രണ്ടാലൊന്ന് ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് എൻ്റെ യുക്തി. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരാൾ തന്നെ ഇത് രണ്ടും പറയുകയാണെങ്കിൽ അയാളൊരു കള്ളത്തരമാണ് പറയുന്നത്, അല്ലെങ്കിൽ അയാൾ തെറ്റായ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ലോജിക്ക്, അല്ലേ? പിന്നെ ലോജിക്കിൻ്റെ വേറെ മറ്റൊരു സംഗതി വരുന്നത് നമ്മളിപ്പോൾ ഇതാണ് ഡിഡക്റ്റീവ് ലോജിക്ക് എന്ന് പറയും. പിന്നെ ഉള്ളത് നമ്മളൊരു അബ്ഡക്റ്റീവ്, ഇൻഡക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ പല രീതിയിൽ പറയും. ഇപ്പോൾ ഇൻഡക്റ്റീവ് ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സംഗതി കാണുകയാണ്. അപ്പം നമ്മൾ റോട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം എന്നും രാവിലെ 7 മണിക്ക് അതിലെ ബസ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഈ ബസ് രാവിലെ 7 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത ഒരു ബസ്സാണ്. അപ്പോൾ നമ്മൾ നാളെ അവിടെ പോകുമ്പോഴും നമ്മൾ രാവിലെ 7 മണിക്ക് ഈ ബസ്സിനെ അവിടെ എക്സ്പെക്റ്റ് ചെയ്യും. ഇത് ആണ് മനുഷ്യൻ്റെ ഒരു പാറ്റേൺ, മനുഷ്യൻ്റെ ഒരു രീതിയാണത്. മനുഷ്യൻ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് ആ പാറ്റേൺ അത് നമ്മളതിനെ പിന്നീട് അത് ഭാവിയിലും ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കും. അപ്പോൾ ഇതാണ് അത് ലോജിക്കിൻ്റെ മറ്റൊരു സംഗതി. സയൻസിലൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഏറെക്കുറെ. അതായത് നമ്മൾ റിപ്പീറ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നു സാധനങ്ങൾ, പിന്നെ പരീക്ഷണങ്ങൾ നടത്തുന്നു. അപ്പോൾ പലതവണ നമ്മൾ കാണുമ്പോൾ ഓക്കെ ഇതിങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗ്രാവിറ്റി നമ്മൾ മെഷർ ചെയ്ത് കുറേ പ്രാവശ്യം മെഷർ ചെയ്തപ്പോൾ അത് പെർട്ടിക്കുലർ രീതിയിലാണത് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്യൂച്ചറിലും അങ്ങനെ തന്നെ ആവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇൻഡക്റ്റീവ്, ഒബ്സർവ് ചെയ്യാത്ത സ്ഥലങ്ങളിലും ഇതേ റൂൾ അപ്ലൈ ആവുന്നുള്ളത്. അത് ഇൻഡക്റ്റീവ് ലോജിക്ക് എന്ന് പറയൂലേ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ അത്ര സ്ട്രെങ്ത് ഇല്ല ഇതിൽ. അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് പറയുന്ന അത്ര സ്ട്രെങ്ത് ഇതിലില്ല. കാരണം
ഫ്യൂച്ചറിൽ ഉണ്ടാവൂല എന്നുള്ളത് നമ്മളൊരു പ്രതീക്ഷ മാത്രമാണ്. നമുക്കവിടെ പ്രോബബിളി ആണ്, അതെ likely ആണ്, but അതെ നമുക്കതിനെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മളത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്നാൽ ചിലപ്പോഴൊക്കെ പരസ്പരം നേരെ തിരിച്ചുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അങ്ങനെയുള്ള ഇപ്പോൾ സയൻസിലൊക്കെ പല നിയമങ്ങളും മാറ്റി മറിയുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പം ആദ്യമുള്ള നിയമം പിന്നെ മാറുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ കുറേ പ്രാവശ്യം പരീക്ഷണം നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ട് നമ്മൾ അതേപോലെ തുടരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമുക്ക് അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ അതിനെ കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ നിയമങ്ങൾ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ആ സയൻസിൻ്റെ ചില തിയറികൾ മാറുന്നു, പുതിയ തിയറികൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഉറപ്പുള്ള സംഗതിയല്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അത്ര തറപ്പിച്ച് പറയാൻ പറ്റിയ സംഗതിയല്ല. അപ്പോൾ ഇതാണ് ആ ഒരു ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതും നമുക്ക് മനുഷ്യന് എന്നുള്ള രീതിയിൽ ഈ രണ്ട് ലോജിക്കും എന്താണ് നമ്മുടെ വളർച്ചയിൽ വളരെ ഉപകാരങ്ങൾ നമുക്ക് നൽകി. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് ആ ഒരു ലോജിക്കിലൂടെയാണ് നമ്മൾ ശാസ്ത്രത്തിൽ ഇന്ന് കാണുന്ന അത്ഭുതാവഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുരോഗതികൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു റീസണിങ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യം നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ സംഗതി, അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്ത് മണ്ടത്തരത്തിലും വിശ്വസിച്ച് പോകുമായിരുന്നു അങ്ങനെ. അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഗതികൾ നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു രീതിയിൽ ലോജിക്കലി നമ്മൾ റീസണിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇതിനേക്കാൾ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ സ്ട്രെങ്ത് കുറഞ്ഞെന്ന് പറയാം, എന്നാൽ മറ്റൊരർത്ഥത്തിൽ നമുക്ക് സ്ട്രെങ്ത് കൂടിയെന്നും പറയാം. കാരണം അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഉപയോഗിക്കാനുള്ള വ്യാപ്തി അവിടെ അതാണ് ഒരു മൂന്നാമത്തെ ഒരു രീതിയുണ്ട് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നതിൻ്റെ. അതിനാണ് ബേസിയൻ എന്ന് പറയുന്നത് അല്ലേ. ബേസിയൻ അല്ലെങ്കിൽ അബ്ഡക്റ്റീവ് റീസണിങ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഷാനു അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ബേസ് തിയറി ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഒബ്സർവേഷൻ കാണുകയാണ്. നമ്മൾ ഒബ്സർവേഷൻ്റെ ബേസിസിൽ രണ്ട് ഹൈപ്പോത്തിസിസ് ബിൽഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു ഹൈപ്പോത്തിസിസ് ആണ് പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഹൈപ്പോത്തിസിസ്, മറ്റൊരു ഹൈപ്പോത്തിസിസ് പുറത്ത് മഴ പെയ്യുന്നില്ല. ഈ രണ്ട് സാധ്യതകളാണുള്ളത്. അപ്പം നമ്മൾ നോക്കും, പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മൾ നോക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ അനുസരിച്ച്. എന്നിട്ട് ആ ഒബ്സർവേഷൻ ഏത് ഹൈപ്പോത്തിസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഏത് ഹൈപ്പോത്തിസിലാണ് കൂടുതൽ എക്സ്പെക്റ്റഡ് ചെയ്യുന്നത് എന്ന് നോക്കും. എന്നിട്ട് ആ ഹൈപ്പോത്തിസിനുള്ള എവിഡൻസ് ആയിരിക്കും ആ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ഈ അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞ ഈ ഒരു രീതിയിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഒബ്സർവേഷൻ കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് അവിടെയും ഇവിടെയും ചില ഒബ്സർവേഷനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ പിന്നെ നമുക്കൊരു പാറ്റേൺ ഒന്നും അതിലൂടെ കിട്ടുന്നില്ല. പക്ഷെ ആ എവിഡൻസുകൾ നമ്മൾ പരിഗണിച്ചിട്ട്, അതായത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനുകൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതല്ല ഒരു ആദ്യം പറഞ്ഞ ഒരു ഇൻഡക്റ്റീവ് എന്നുള്ള രീതിയും ഈ രീതിയും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന ഡിഫറൻസ്. അത് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ പരിഗണിച്ചിട്ട് അത് ഏതൊരു തിയറിയാണ് നമ്മളെ കയ്യിലുള്ള ഇപ്പോൾ മഴ പെയ്യുന്നു എന്ന് നമ്മൾ സിദ്ധാന്തം കൊണ്ടുവരുന്നു, മഴ പെയ്യുന്നില്ല എന്ന് വന്നു. നമ്മളെ കയ്യിലുള്ള എവിഡൻസുകൾ ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തും. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എവിഡൻസുകളെ പരിഗണിച്ചിട്ട് നമ്മൾ ഊഹാപോഹങ്ങളല്ല, നമ്മുടെ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളെയല്ല, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളല്ല അല്ല. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പം ഇങ്ങനെ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക, ആ ഒരു രീതിയല്ല നമ്മളവിടെ ചെയ്യേണ്ടത്. എവിഡൻസ് എന്താണോ, എവിഡൻസ് നമുക്ക് എന്തിലേക്കാണോ നമ്മൾ നയിക്കുന്നത് അത് പരിഗണിച്ചിട്ട് നമ്മൾ ആ ഒരു തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ഇപ്പോൾ സയൻസിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാങ്കേതികമായിട്ടുള്ള പുരോഗതി അതിൻ്റെ വലിയൊരു ഭാഗവും നമ്മൾ ഈ ഒരു രീതിയിൽ എവിഡൻസുകളെ പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ ഒരു പിന്നെ എവിഡൻസ് എന്തുകൊണ്ട് പരിഗണിക്കണം, അത് എങ്ങനെ നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം എവിഡൻസുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ അടുത്ത്
എന്താണ് ഖുർആൻ്റെ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിസർച്ച് ചെയ്ത സമയത്ത് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഖുർആൻ്റെ ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സുകളുണ്ട്. ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന്, അല്ലെങ്കിൽ ഉസ്മാൻ അള്ളാഹു ഉണ്ടാക്കിയ മുസ്ഹഫിൽ നിന്ന് പകർത്തി എഴുതിയതാണ് എന്നുള്ളതിന് എവിഡൻസ് ആയിട്ട് പറയാറുള്ളതെന്ന് വെച്ചാൽ, ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഇപ്പോൾ ഒരു പദം തന്നെ, അല്ലെങ്കിൽ ഒരു വാക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു അക്ഷരം തന്നെ പല ലിപികളിൽ പല രീതിയിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ പല രീതിയിൽ എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരേ വാക്ക് തന്നെ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം ഒരേപോലെയാണ്. ഒരേപോലെയെന്ന് വെച്ചാൽ അതിലെ വാക്കുകൾ സെയിം ആണ് എന്നല്ല, ആ വാക്കുകൾ എഴുതിയിരിക്കുന്ന രീതികളടക്കം സെയിം ആണ് എന്നുള്ളതാണ്. നമ്മളൊരു ഫോണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലല്ലേ, നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ ഫോണ്ട്, ഡിഫറെന്റ് ഫോണ്ട് എന്നൊക്കെ പറയുന്നത്, ഡിഫറെന്റ് ഫോണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിഫറെന്റ് സ്റ്റൈലിലാണ് എല്ലാം എഴുതിയിട്ടുള്ളതാണ്. ഇത് രണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഇവര് പകർത്തി എഴുതിയപ്പോൾ അത്രയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അക്ഷരം പോലും, കാരണം ഒരേ വാക്കാണ്, അത് വേറെ രീതിയിൽ എഴുതിയാലും അത് അങ്ങനെ തന്നെ വായിക്കുള്ളൂ, പക്ഷെ എന്നിട്ടും അതേ രീതിയിൽ തന്നെ എഴുതുന്നു എന്നുള്ളത്. രണ്ട്, ഇത് ഇൻഡിപെൻഡന്റ് ആയി വേറെ സ്രോതസ് ഒന്നും എഴുതിയാൽ കിട്ടില്ല. ഇപ്പൊ ഒരാൾ ഫാത്തി ഓതുന്നത് കേട്ട് ഞാൻ എഴുതിയാൽ ഇത് കിട്ടില്ല. മുസ്ഹഫിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി അടിക്കണം. കാരണം ഫാത്തി ഓതുന്നത് ഓത്ത് ഏത് രീതിയിലും എഴുതാം, മറിച്ച് അതേ ഫോണ്ടിൽ എഴുതണമെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി അടിച്ചതായിരിക്കണം എന്നുള്ളതാണ്. പ്രൊണൗൺസിയേഷൻ ഒക്കെ സെയിം ആണ്, പക്ഷെ ആ എഴുത്തിന്റെ രീതി മാത്രം. അതെ. അപ്പൊ ഇത് മുസ്ഹഫിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്നുള്ളത് പറയാൻ കാരണം വെച്ചാൽ, ഓറലായിട്ട് ഇങ്ങനെ കോപ്പി അടിച്ചതാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ഫോണ്ട് കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ മുസ്ഹഫിൽ നിന്ന് കോപ്പി അടിച്ചതാണ്, അതും സൂക്ഷ്മമായിരുന്നു. കാരണം അതുകൊണ്ടാണല്ലോ ഇത് രണ്ടും സെയിം ആവുന്നത്. അത്രയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മാനുസ്ക്രിപ്റ്റ്സ് അല്ല, ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ മാനുസ്ക്രിപ്റ്റ്സിൽ നിന്ന് ഒരുപാട് വാക്കുകൾ ഇതേപോലെ സിമിലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ബൈ ചാൻസ് സംഭവിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. പിന്നെ ഈ മാനുസ്ക്രിപ്റ്റ്സിലെ ടൈമിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത്, ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം വരുന്നത് ഉസ്മാൻ അള്ളാഹുവിന്റെ കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ്. കാരണം അതിൽ നിന്ന് എഴുതിയതാവുമ്പോൾ അതിന്റെ കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത് കോപ്പി അടിക്കണമെങ്കിൽ അതിന് മുമ്പ് എക്സിസ്റ്റ് ചെയ്തായിരിക്കണം. അപ്പം ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്താണ്, അതിന് മുമ്പ് എക്സിസ്റ്റ് ചെയ്ത ഉസ്മാൻ അള്ളാഹുവിന്റെ ആ ഒരു ഖുർആനിലേക്കാണ്. അപ്പോൾ ആ ഒരു ഖുർആനിൽ നിന്ന്, ആ ഒരു സിംഗിൾ ആർക്ക് ടൈപ്പിൽ നിന്നാണ് ബാക്കിയെല്ലാം പകർത്തി എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു എവിഡൻസ് രീതിയാണ്, എവിഡൻസ് പരിഗണിക്കുന്ന ഒരു രീതിയാണെന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു ഇപ്പം ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ, ഇത് പുതിയൊരു കണ്ടെത്തലാണ്. ഇപ്പൊ ഹദീസുകളിലാണ് നമുക്ക് കിട്ടുന്നത് എന്ത്, ഉസ്മാൻ അള്ളാഹുവിന്റെ ഒരു സിംഗിൾ, അദ്ദേഹം സ്റ്റാൻഡർഡൈസ് ചെയ്തൊരു കോപ്പി ഉണ്ടായിരുന്നു, മുസാഫ് ഉണ്ടായിരുന്നു. ആ മുസാഫിൽ നിന്ന് ബാക്കി, അതിൽ നിന്ന് ഇനി ആ കോപ്പി അല്ലാത്തതെല്ലാം അദ്ദേഹം നശിപ്പിക്കുകയും ഇനി ഈ കോപ്പിയിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കാരണം എല്ലാ കറക്ഷനും പ്രൂഫ് ചെക്കും ചെയ്ത ഈ ഒരു കോപ്പിയിൽ നിന്ന് മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പാടുള്ളൂ, കോപ്പി എടുക്കാൻ പാടുള്ളൂ. ആർക്കെങ്കിലും ഇനി എവിടെയെങ്കിലും രാജ്യത്തേക്ക്, ഏതെങ്കിലും പുതിയ സ്ഥലത്തേക്ക് ഇസ്ലാം പഠിപ്പിക്കണമെങ്കിൽ ഈ ഒരു കോപ്പിയിൽ നിന്ന്, ഈ ഒരു മെയിൻ കോപ്പിയിൽ നിന്ന് നിങ്ങൾ കോപ്പി അടിക്കണം, അല്ലെങ്കിൽ പകർത്തി എഴുതണം എന്നാണ് അദ്ദേഹത്തിന് ഉത്തരവുണ്ടായിരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് ഈ ഹദീസുകളിൽ പറഞ്ഞ ഈ സംഭവം ശരിയാണ് എങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം അത് അതേപോലെ സ്പെല്ലിംഗ് അടക്കം ശരിയാകുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മറിച്ച് ഈ ഹദീസുകളിൽ പറഞ്ഞത് മുസ്ലിങ്ങൾ വെറുതെ ഉണ്ടാക്കി എഴുതിയ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഇത് ഇവിടെ കാണില്ല എന്നുള്ളതാണ്. ഇതിപ്പോ ഈ രണ്ട്, ഇപ്പോൾ ആ ഒരു ഹദീസിൽ കാണുന്ന സംഗതിയും നമ്മൾ ഈ ഒരു ഓർത്തോഗ്രഫി പരിശോധിക്കുമ്പോൾ കാണുന്ന സംഗതിയും, ഈ രണ്ട് എവിഡൻസുകളും പരസ്പരം സ്ട്രെങ്ത് ചെയ്യുന്ന എവിഡൻസുകളാണ് എന്നുള്ളതാണ് അല്ലേ. അതായത് ഒന്ന് മറ്റേതുമായിട്ട് യോജിച്ചു വരുന്നു. അതെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എവിഡൻസുകളെ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെ അപ്പോൾ നമ്മൾ എവിഡൻസുകളെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ അത് ട്രൂത്തിലേക്ക് നയിക്കും, സത്യത്തിലേക്ക് നയിക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലുള്ള സംഗതിയാണ്, എനിക്ക് സത്യം കണ്ടെത്തണം എന്നുള്ളൊരു ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ എന്ത് വിഷയത്തിലായാലും അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു നിലപാടെടുക്കണം, എന്താണ് അതിൻ്റെ ശരിയെന്ന് എനിക്ക് മനസ്സിലാവണം എന്നുള്ളൊരു ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ശരിയെന്ന് എന്താണെന്ന് കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു രീതിയിൽ തെളിവുകളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ യുക്തിപരമായിട്ടുള്ള ഒരു അനലൈസിലൂടെ ആയിരിക്കണം കാര്യങ്ങളെ വീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു റീസണിങ് എന്ന് പറഞ്ഞ അർത്ഥത്തിലുള്ള, നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സയൻസിനെ നമ്മൾ പല വിഷയങ്ങളിലും നമ്മൾ തെളിവിന്
നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സയൻസിന് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തന്നെ പോയിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ നമ്മൾ സാമാന്യമായിട്ട് ഗവേഷണങ്ങൾ നടക്കുന്നതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നമ്മൾ പരിഗണിക്കാറുള്ള അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ നേരിട്ട് പോയിട്ട് സയൻസ് റിസർച്ച് നടത്തുക എന്നുള്ളത് അങ്ങനെ ഒരു സംഗതി ഇല്ല. അങ്ങനെ എല്ലാവർക്കും പോയിട്ട് എല്ലാം റിസർച്ച് ചെയ്യാൻ കഴിയില്ല. ഒരു 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 മനുഷ്യൻ്റെ ജീവിതായുസ് മതിയാവില്ല അതിന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആധികാരികമായിട്ടുള്ള പഠനങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതും യുക്തിയുടെ ഒരു ഭാഗമാണ്, യുക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിലപാടാണ് എന്നുള്ളതാണ്. കാരണം ക്രെഡിബിൾ സോഴ്സിനെ നമ്മൾ വിശ്വസിക്കുക, ഒരു കാര്യത്തിന് ട്രസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച ഡോക്ടർ, അതിന് ഡിഗ്രിയുള്ള MBBS ഒക്കെ ഉള്ള MBBSും അതിൻ്റെ MDയും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഡോക്ടറെ പോയി കാണുക. അയാൾ അതിനെ സ്റ്റാൻഡേർഡായിട്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കി അയാൾ അതിൻ്റെ ചികിത്സ നമുക്ക് എഴുതി തരും. അതിന് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒതൻറ്റിക് ആയിട്ടുള്ള ഡോക്ടറാണെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഓരോ വിഷയത്തിൽ ആ ഒരു വിഷയത്തിൻ്റെ എക്സ്പേർട്ടിനെ, ക്രെഡിബിൾ ആയിട്ടുള്ള എക്സ്പേർട്ടിനെ റിലേ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവിടെ ഒരു യുക്തിപരമായിട്ടുള്ള രീതിയാണ്. പക്ഷെ അതേസമയം അവിടെ വരുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. അപ്പോൾ അവിടെ വരുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള അതോറിറ്റിക്ക് പകരം ഒരു ഇംപ്രോപ്പർ അതോറിറ്റിയെ റിലേ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഭയങ്കര ഫേമസ് ആണ്, അപ്പോൾ ഒരു വലിയ സൂപ്പർ സ്റ്റാറാണ്, മമ്മൂട്ടിയോ മോഹൻലാലൊക്കെ. അയാൾ പിന്നെ വത്തക്ക കഴിച്ചാൽ പിന്നെ ഹൃദ്രോഗം ഉണ്ടാവില്ല എന്ന് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അയാളങ്ങനെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എന്നല്ല, എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്നതുകൊണ്ട് അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇംപ്രോപ്പർ അതോറിറ്റിയാണ്. അതൊരു അതോറിറ്റി അല്ല. നേരെ മറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയ ജേണലിൽ, ഒരു പ്രബന്ധത്തിൽ ഒരു റിസർച്ച് ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് അതിനൊരു അർഹിക്കുന്ന ഒരു ബഹുമാനത്തോടു കൂടി ഒരു ക്രെഡിബിലിറ്റി അതിന് കൊടുക്കും. അത് നമ്മൾ ഒരു അതോറിറ്റിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളിയല്ല ചെയ്യുക. കാരണം അതിൻ്റേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഇപ്പം ഒരു വെയിറ്റേജ് ഉണ്ട്. അതെ. അതിന് നമ്മൾ റിലേ ചെയ്യും, അതിനെ വിശ്വസിക്കും. കാരണം അതിന് വിശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള വിശ്വാസ്യത അത് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം സയൻസ് തന്നെ, ഇപ്പം സയൻസിൽ നമ്മളൊരു പഠനം നടത്തി കഴിഞ്ഞാൽ അത് വരുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സയൻറ്റിഫിക് ജേർണൽസ് ഉണ്ടാവും, അതിലാണ് പബ്ലിഷ് ചെയ്ത് വരിക. അപ്പോൾ പൊതുവെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജേർണൽ ആർക്കും പബ്ലിഷ് ചെയ്ത് വിടാൻ ചോദിക്കാം. അപ്പോൾ അവിടെ ഉള്ളൊരു ചില മാനദണ്ഡങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു നിലനിൽക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് ഈ ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പിയർ റിവ്യൂ പ്രോസസ്സ് എന്ന് പറയും, ബ്ലൈൻഡ് പിയർ റിവ്യൂ. അതായത് പിന്നെ മറ്റ് സയൻറ്റിസ്റ്റുകൾ, പിന്നെ ഇതേ ലെവലിൽ വരുന്ന മറ്റ് സയൻറ്റിസ്റ്റുകൾക്ക് ഇയാൾ പ്രസിദ്ധീകരിക്കുന്ന ആ ഒരു പഠനം അത് അയച്ചു കൊടുക്കുകയും, ഇത് പരസ്പരം അറിയില്ല അവർ, അല്ലെങ്കിൽ ഈ ഓഥറിനെ അറിയില്ല, ഇത് എഴുതിയ ആൾക്കറിയില്ല ആരാണിത് റിവ്യൂ ചെയ്യുന്നത്, ഇതാർക്കെങ്കിലുമൊക്കെയാണ് പോവുക. എന്നിട്ട് അവരിത് റിവ്യൂ ചെയ്യുകയും അവർ ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുകയും അത് കറക്റ്റ് ചെയ്ത് തിരിച്ചയക്കുകയും അതിനൊരു എഡിറ്റർ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പിയർ റിവ്യൂ പ്രോസസ്സ്. അതാണ് ഈ ഒരു രംഗത്ത് ശാസ്ത്രീയ പഠനങ്ങളിൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് പിയർ റിവ്യൂ എന്ന് പറയും, ബ്ലൈൻഡ് പിയർ റിവ്യൂ. അപ്പോൾ അങ്ങനെ പിയർ റിവ്യൂ പ്രോസസ്സിലൂടെ കടന്നു വന്ന ഒരു പേപ്പറിന് കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാവും. അല്ലെങ്കിൽ അതാണ് നമ്മൾ ഇന്നത്തെ ശാസ്ത്ര സമൂഹം വിശ്വാസ്യത കൽപ്പിക്കുന്ന, ഒരു ക്രെഡിബിലിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയുടേതല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ, ഗ്രൂപ്പ് ഓഫ് എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു ഓഥർ ഒരു പക്ഷേ ഒരു വ്യക്തിയാവാം, പക്ഷെ അത് പിന്നെ ഒരു റിവ്യൂ പ്രോസസ്സിലൂടെ കടന്നു പോകും, ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു അംഗീകാരം, അഫർമേഷനിലൂടെ കടന്നു പോകുന്നു. ഇത് ഒരു ലെയറാണ്. ഇനി ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ജേർണലുകളും നമ്മൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുന്നുണ്ടോ? അതുമില്ല. അവിടെ ചില ഇൻഡെക്സുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ചില ഏജൻസികൾ ഇങ്ങനെ ഓരോ പേപ്പറിനെയും സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് റേറ്റ് അവർ ഈ ഡബിൾ ബ്ലൈൻഡ് റിവ്യൂ പ്രോസസ്സ്, ഈ നമ്മൾ പറഞ്ഞ ആ റിവ്യൂ പ്രോസസ്സ് അത് എത്രമാത്രം കാര്യക്ഷമമായി ചെയ്യുന്നുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് അതിനൊരു വെയിറ്റേജ് കൊടുക്കുന്ന വേറെ ചില ഏജൻസികളുണ്ട്. ഇപ്പോൾ വെബ് ഓഫ് സയൻസ്, പിന്നെ SCJ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഏജൻസികളുണ്ട്. അപ്പോൾ അവർ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് ഈ ജേർണലുകൾക്ക് അവരുടേതായ ഒരു ലിസ്റ്റ് കൊടുക്കും. അതായത് അവരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ അംഗീകാരം ഉണ്ട് എന്നാണ് അർത്ഥം.
അപ്പോൾ അതിന് പുറത്തുള്ളത് പൊതുവെ അക്സെപ്റ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ അവരുടെ ഒരു അംഗീകാരമുണ്ട്. പിന്നെ ഇതിൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മറ്റൊരു സംഗതി ഈ പേപ്പറുകൾക്ക് എത്ര സൈറ്റേഷൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ശാസ്ത്രീയ പ്രബന്ധം പ്രസിദ്ധീകരിക്കുന്ന ഒരു ജേണൽ, ഒരു മാസിക, അതിൽ ആവറേജ് എത്രമാത്രം ആളുകൾ അതിനെ റെഫർ ചെയ്യുന്നുണ്ട്. അതായത് മറ്റു ശാസ്ത്രീയ പഠനങ്ങൾ ഈ ഒരു ജേണലിൽ വരുന്ന പഠനങ്ങളെ എത്രമാത്രം റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ റെഫർ ചെയ്യുന്ന പഠനങ്ങളെ കൂടുതൽ ക്രെഡിബിലിറ്റി കൊടുക്കും. അപ്പോൾ അതിന് മറ്റു ശാസ്ത്രജ്ഞന്മാർ അത് അതോറിറ്റേറ്റീവ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ അതിന് മനസ്സിലാവുക. കൂടുതൽ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതൽ സൈറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനാണ് ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പാക്ട് ഫാക്ടർ കൂടിയ ജേണലാണെങ്കിൽ താരതമ്യേന അത് കൂടുതൽ ക്രെഡിബിൾ ആയിട്ടുള്ള സംഗതിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പൊതുവെ പറയും നേച്ചർ എന്നുള്ള ജേണലുണ്ട്, ഏറ്റവും ടോപ്പിൽ പരിഗണിക്കപ്പെടുന്ന ഒരു ജേണലാണ്. അതിൻ്റെ ഇമ്പാക്ട് ഫാക്ടർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും ശാസ്ത്ര സമൂഹത്തിൻ്റെ ഇടയിൽ വില മതിക്കുന്ന ഒരു ജേണലാണെന്നാണ് ഇതിനർത്ഥം. അപ്പോൾ അതിൽ വന്നൊരു പഠനമാണെങ്കിൽ അത്രയും ക്രെഡിബിലിറ്റി അതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ രീതിയിലാണ് ഒരു സയൻസിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അർഹിക്കുന്ന ക്രെഡിബിലിറ്റി നോക്കിയിട്ട് അതിൽ വിശ്വസിക്കുക എന്നുള്ളത് യുക്തിപരമായിട്ടുള്ളൊരു ചിന്തയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. കാരണം ഇതിപ്പം ഓക്കെ, ഞാനത് അംഗീകരിക്കില്ല, ഞാനങ്ങനെ ഒരു അതോറിറ്റി ഒന്നും എടുക്കില്ല, ഇതൊക്കെ ഞാൻ തന്നെ പരീക്ഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു വിഡിത്താണ്. കാരണം പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്, അതേപോലെ അൺനെസറി ആണ്. അപ്പോൾ അതാണ് ഒരു സംഗതി. പിന്നെ ഓക്കെ, അത് നമ്മൾ ആ ഒരു സയൻസ് എങ്ങനെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ള, അതായത് പ്രൈമറി സോഴ്സ് എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള പിയർ റിവ്യൂ പേപ്പേഴ്സിനാണ് നമ്മൾ ക്രെഡിബിലിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളുണ്ടാവും, അത് ശരിക്കും സെക്കൻഡറി സോഴ്സുകളാണ്. അതായത് ഇത്തരം പഠനങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത ശാസ്ത്രീയമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഉള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ടാവും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു തെളിവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പലപ്പോഴും. ഇപ്പോൾ ഇന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു സയൻസിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ആർക്കും എന്തും എഴുതി വിടാം. അതിനൊരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഒന്നും കൊടുക്കുന്നില്ല. കാരണം അത് പിയർ റിവ്യൂഡ് ആയിട്ട് റെഫറൻസ് ജേണലായിട്ട് വന്ന സംഗതികൾക്കാണ് ആ ഒരു ക്രെഡിബിലിറ്റി കിട്ടുക. പിന്നെ ഒരു പക്ഷേ ചില ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോഴും റിവ്യൂ പ്രസ്സും ഒക്കെ ഉണ്ട്. എനിവേ അതിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജേണലുകളാണ്, ജേണൽ ആർട്ടിക്കിൾസ്. ജേണൽ ആർട്ടിക്കിളുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അതെ വിലയിരുത്താൻ കഴിയുക. ഒരു പ്രൈമറി സോഴ്സ് എന്നുള്ള നിലക്കും ക്രെഡിബിൾ ആയിട്ടുള്ള പ്രൈമറി സോഴ്സ് അതാണ്. അപ്പോൾ എനിവേ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ക്രെഡിബിലിറ്റി കൊടുക്കേണ്ടടുത്ത് ക്രെഡിബിലിറ്റി കൊടുത്തുകൊണ്ട് അതിനെ അതോറിറ്റി ആയിട്ട് അംഗീകരിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് യുക്തിയെക്കുറിച്ചാണ്, യുക്തിപരമായിട്ട് എങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഫാലസി എന്ന് പറയുന്നത് യുക്തിയിൽ വരുന്ന ഫ്ലോ, അതായത് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിക്കേണ്ട ഇടത്ത് നമ്മൾ യുക്തിപരമായി ചിന്തിക്കാതെ വരുന്ന ആ ഒരു തരത്തിലുള്ള മിസ്റ്റേക്കുകളാണ് നമ്മൾ ഫാലസി എന്ന് പറയുക. അപ്പോൾ ഈ ഫാലസികൾ നമ്മുടെ ആ ഒരു ചിന്തയിൽ, നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് യുക്തിപരമായിട്ട് ചിന്തിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഷാനു നേരത്തെ പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽപ്പെട്ടൊരു സംഗതിയാണല്ലോ അല്ലേ ഈ ഫാലസി. ഇപ്പോൾ അതോറിറ്റി, അപ്പീൽ ടു അതോറിറ്റി, അതായത് രവിചന്ദ്രന്റെയും ലൂസിന്റെയും എടുത്തുന്നല്ല എടുക്കേണ്ടത്. അതെ, സയൻസ് നമ്മൾ എടുക്കേണ്ട അത്തരത്തിലുള്ള യൂട്യൂബ് സയൻസ് പ്രചരിപ്പിക്കുന്ന ആളുകൾ. അതെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു യൂട്യൂബ് വ്ളോഗേഴ്സും പ്രത്യേകിച്ചും ഒരു ആശയത്തിൻ്റെ പേരിൽ അതിൽ ഭയങ്കര ഒരു ആശയ പ്രചാരണത്തിന് വേണ്ടി അങ്ങനെ, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ആളുകളുടെ ഇടയിൽ നിന്നല്ല നമ്മൾ സയൻസ് സ്വീകരിക്കേണ്ടത്. നമ്മൾ അതിൻ്റെ ഒരു ആധികാരിക സോഴ്സുകൾ വെച്ച് ഒത്തു നോക്കിയിട്ട് അത് ശരിയായിട്ടാണെങ്കിൽ സ്വീകരിക്കാം, അത് ശരിയല്ല എങ്കിൽ തള്ളിക്കളയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് അതേപോലെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് പരിശോധിക്കാം, വിമർശനങ്ങൾ ഉന്നയിക്കാം. അതെ, പൊതുവെ നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ അതിൻ്റെ ഒരു പ്രൈമറി റെഫറൻസ് തന്നെ കൊടുക്കാറുണ്ട്. പരമാവധി പ്രൈമറി സോഴ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മൾ വീഡിയോയിൽ ലിങ്ക് കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു ക്രെഡിബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഇൻഡെക്സുകൾ ഉണ്ട്, അതേപോലെ ഇമ്പാക്ട് ഫാക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ പലപ്പോഴും ഇതൊക്കെ പരിഗണിച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് കൊടുക്കാറുള്ളത്. അതായത് ആക്ച്വലി ലിങ്ക് കൊടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് കയറി നോക്കാം. അതെ, ലൂസിയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കയറി നോക്കിയപ്പോഴാണ് അത് പൊട്ടത്തരെന്ന് മനസ്സിലായത്. അതെ, പറയുന്നത് വേറൊന്ന്, ലിങ്കിൽ പറയുന്നത് വേറൊന്ന്. വേറൊന്ന്. അപ്പോൾ ലിങ്ക് ഇതൊക്കെ പരിശോധിക്കാം.
വിലയിരുത്താം, വിമർശിക്കാം, തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. അതെ. അപ്പോൾ പറഞ്ഞു നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ വഴികളൊക്കെ കുറിച്ചാണല്ലോ. അപ്പോൾ അതിൽ വരുന്ന പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ അത് യുക്തിപരമല്ലാത്ത ചിന്തയാണ് ഫാലസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിലൊന്ന് അദ്ദേഹം പറഞ്ഞു, പിന്നെ അപ്പീൽ ടു അതോറിറ്റി, അതായത് ശരിയായ അതോറിറ്റിക്ക് പകരം അല്ലാത്തൊരു അതോറിറ്റിയെ നമ്മൾ അതിൻ്റെ ഒരു ആധികാരിക സ്രോതസ്സായി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നതിൽ വരുന്ന ഫ്ലോ ആണ് അഡ്ഹോമിനം. അതായത് ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ അയാൾ പറയുന്നത് എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഡിബേറ്റിലാണെങ്കിൽ ഇപ്പോൾ 2 ആർഗ്യുമെൻ്റ് നടക്കുക, 2 വാദങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരാളൊരു വാദം ഉന്നയിച്ചു, മറ്റൊരാൾ പറയാണ് എന്നാലും നീ അങ്ങനെയല്ലേ, നീ മറ്റവനല്ലേ, നീ മറ്റേ പാർട്ടിക്കാരനല്ലേ, അപ്പോൾ നീ പറഞ്ഞത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വിമർശിക്കുകയാണെങ്കിൽ അവിടെയാണ് അഡ്ഹോമിനം എന്ന് പറയുന്നത്. അഡ്ഹോമിനം ഫാലസി എന്ന് പറയുന്നത്. അതായത് അയാൾ പറയുന്ന കണ്ടന്റിന് പകരം അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ വിമർശിക്കപ്പെടുന്നതെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ നമ്മൾ പറയാണ് നിന്റെ അച്ഛന് കുടിക്കാറില്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആ പറയുന്നത് ശരിയോ തെറ്റോ ആവാം, എന്നാൽ പോലും അയാൾ പറയുന്ന ആർഗ്യുമെന്റിനെ അത് ബാധിക്കുന്നില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് സ്റ്റിൽ അത് ശരിയാണ്. അയാളുടെ അച്ഛൻ കുടിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ പറഞ്ഞ വാദം തെറ്റാവുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ആർഗ്യുമെന്റ്, യുക്തി ചിന്തയിൽ വരുന്ന ഒരു പ്രോബ്ലം അല്ലേ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരാളൊരു വാദം ഉന്നയിക്കുന്നു, നമ്മൾ ആ വാദത്തിൽ ഇന്ന തെറ്റുകളുണ്ട് എന്ന് റാഷണലി കാണിച്ചു കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ പറയാണ് ഇത്രയും ഈസിലി ഇതിലത്തെ അബദ്ധം നമുക്ക് മനസ്സിലാക്കാം, എന്നിട്ടും നിനക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് നീ വിവരമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് എന്ന് അയാളെ വ്യക്തിപരമായി ആക്ഷേപിച്ചാൽ അത് അഡ്ഹോമിനം ഫാലസി അല്ല. അതെ, കാരണം നമ്മളവിടെ അയാളുടെ വാദത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിമർശിച്ചിട്ടുണ്ട്. ആ ഇത്രയും ഈസിലി ഒരാൾക്ക്, അതായത് ആൾ പറഞ്ഞത് അത്രയും ഒരു മണ്ടത്തരമാണ് എങ്കിൽ അത് പറഞ്ഞ ആള് മണ്ടനെന്ന് വിളിക്കുന്നത് മോറലി ശരിയാണോ, ആൾ പേഴ്സണലി ആക്ഷേപിക്കാൻ പറ്റുമോ, അതൊക്കെ വേറെ വിഷയം. പക്ഷെ അതൊരു അഡ്ഹോമിനം ഫാലസി അല്ല. കാരണം നമ്മൾ അയാൾ മണ്ടനായതുകൊണ്ട് അയാളുടെ വാദം തെറ്റാന്നല്ല പറഞ്ഞത്, അയാളുടെ വാദം തെറ്റാണെന്ന് നമ്മൾ വേറെ കാരണങ്ങൾ പറഞ്ഞ് ഇത്രയും ഈസി ആയ ഒരു കാര്യം തെറ്റിച്ചതിന്റെ പേരിൽ അയാളെ മണ്ടനെന്ന് വിളിക്കുക. അതല്ലെങ്കിൽ അയാൾക്ക് ഇത്രയും ഈസി ആയ ഒരു കാര്യം അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് അയാളുടെ ബയാസ് കൊണ്ടാണ് എന്ന് പറയുക, അയാളൊരു മുൻവിധിക്കാരനാണ് എന്ന് പറയുക. ഇങ്ങനെ വ്യക്തിപരമായ ഒരാളെ ആക്ഷേപിക്കുന്നത് അഡ്ഹോമിനം ഫാലസി അല്ല. പക്ഷേ അയാൾ മുൻവിധിക്കാരനാണ് അതുകൊണ്ട് അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നത് അഡ്ഹോമിനം ഫാലസിയാണ്. പക്ഷേ മറ്റു കാരണങ്ങൾ കൊണ്ട്, റാഷണലി കറക്റ്റ് ആയിട്ടുള്ള മറ്റു കാരണങ്ങൾ കൊണ്ട് അയാളുടെ വാദം തെറ്റാണെന്ന് കാണിച്ചതിന് ശേഷം ഇത്തരം തെറ്റായൊരു കാര്യം കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്താനുള്ള കാരണം നിങ്ങളുടെ ഈ പേഴ്സണൽ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മോട്ടീവാണ് എന്ന് പറയുന്നത് അഡ്ഹോമിനം ഫാലസി അല്ല. അതെ, ഇപ്പോൾ ഇത് അഡ്ഹോമിനം ഫാലസിയാണ്. പിന്നെ മറ്റൊന്നുള്ളത് മറ്റൊരു നമ്മുടെ ചർച്ചകളിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഫാലസിയാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സംഗതിയാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അപ്പുറത്തുള്ള ഒരാൾ വാദിക്കുന്ന വാദത്തിനെ നമുക്ക് ഇപ്പുറത്തുള്ള ആൾക്ക് എതിർക്കാൻ കഴിയാത്തപ്പോൾ അയാൾ എന്താ ചെയ്യുക വെച്ചാൽ അയാളുടെ വാദമാണ് എന്നുള്ള പേരിൽ ഇയാളൊന്ന് തിരിച്ച് ഒന്ന് ചുരുക്കി അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ വാദം അവതരിപ്പിക്കും. അപ്പുറത്തെ ആൾ ഇതാണ് പറയുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, എന്നിട്ട് ഇതിനെ എതിർക്കും. അപ്പം ഇയാൾക്ക് എതിർക്കാൻ എളുപ്പം ഇതാണ്, ഇയാൾ ഉണ്ടാക്കിയ ഈ വാദമാണ്, മറ്റേ ആൾ പറയുന്ന വാദമല്ല. അപ്പോൾ ഇതിനെ സ്ട്രോമാൻ ഫാലസിയാണ്. സ്ട്രോമാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വൈക്കോൽ കൊണ്ടുള്ള മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് വൈക്കോൽ കൊണ്ടുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആ വൈക്കോൽ മനുഷ്യനെ ഇടിക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാൻ അയാളെ വീഴ്ത്തി എന്ന് പറയുക. അപ്പോൾ അതായത് അയാളുടെ വാദമല്ല, വേറെ വാദം ഉണ്ടാക്കുക. അപ്പോൾ ഒരാൾ പറയാണ് പിന്നെ എഡ്യൂക്കേഷനുള്ള, ഇപ്പോൾ ഒരു ബജറ്റിൽ എഡ്യൂക്കേഷനുള്ള ആ ഒരു ബജറ്റ് കുറച്ചുകൂടി കൂട്ടണം എന്ന് പറയുകയാണ് എന്ന് വെക്കുക. അപ്പോൾ ഇപ്പുറത്തുള്ള ഒരാൾ പറയാണ് എല്ലാ പൈസയും എഡ്യൂക്കേഷന് മാത്രം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ, അപ്പം വേറെയുള്ളതിനൊന്നും പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആളെ വാദത്തിന് ഇയാൾ ചെറുതായിട്ടൊന്ന് മാറ്റി അല്ലേ. അപ്പുറത്തുള്ള ആളെ പറഞ്ഞ് കുറച്ച് കൂട്ടണം എന്നാണ്, ഇയാൾ എന്താ പറഞ്ഞത് എല്ലാ പൈസയും എഡ്യൂക്കേഷന് മാത്രം കൊടുത്താൽ എന്നാക്കി അല്ലേ. അപ്പോൾ ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ അപ്പുറത്തെ ആളെ വാദത്തിന് ഇയാൾ അടിപൊളിയായിട്ട് എതിർത്തു എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്, എന്താണ് ഒരു സ്ട്രോമാൻ ഫാലസിയാണ്. അപ്പുറത്തുള്ള ആൾ വാദിക്കാത്ത ഒരു വാദം അയാളുടെ എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടാണ് ഇയാൾ ഇതിനെ എതിർക്കുന്നത്. ഇത് വളരെ ഇപ്പോൾ നമ്മൾ ഈ ഏത്തിസ്റ്റ് ചർച്ചയിലൊക്കെ ഇസ്ലാം വിമർശനത്തിലൊക്കെ വളരെ വ്യാപകമായിട്ട് കാണുന്നൊരു ഫാലസിയാണിത്, സ്ട്രോമാൻ ഫാലസി. അതായത് മുസ്ലിങ്ങൾക്ക് ഇല്ലാത്തൊരു വാദം മുസ്ലിങ്ങളുടെ വാദമാണ്, മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കാം. അപ്പോൾ അവർക്ക് സുഖമാണ്, അവർക്ക് എന്ത് വാദത്തിനെയാണോ എതിർക്കാൻ സൗകര്യമുള്ളത്, എതിർക്കാൻ എളുപ്പമുള്ളത്, ആ വാദം അപ്പുറത്തുള്ള ആളെ പേരിൽ വെച്ച് കെട്ടിയിട്ട് അതിനെ വിമർശിക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില മിഷണറിമാർ ഇസ്ലാമിനെ വിമർശിക്കുന്നത്
ഇസ്ലാമിൽ മൂൺ ഗോഡ് ഉണ്ട്, ചന്ദ്രദേവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ മുസ്ലിമായിട്ട് ഒരു പിന്നെ ഒരു മദ്രസ വിദ്യാഭ്യാസമെങ്കിലും, ഒരു 5ാം ക്ലാസ് മദ്രസ വിദ്യാഭ്യാസമെങ്കിലുള്ള ഒരു കുട്ടിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഗതിയായിരിക്കും ചന്ദ്രനെ ഒരു ദൈവമായിട്ടോ മറ്റോ ഇസ്ലാം പരിഗണിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ളത് ചന്ദ്രദൈവമോ അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒരു മനുഷ്യനും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം അങ്ങനെ വിശ്വസിക്കില്ല. മിനിമം ഒരു 5ാം ക്ലാസ്സോ അല്ലേ ആ ഒരു ലെവലിലുള്ള മദ്രസ വിദ്യാഭ്യാസം ഉള്ള, ഇനി അറ്റ്ലീസ്റ്റ് അതൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് പാരൻസിനെങ്കിലും അത്ര മദ്രസ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും ഇല്ലാന്ന്. പക്ഷെ അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് എതിർക്കാൻ സൗകര്യമാണ്. കാരണം മുസ്ലിങ്ങൾ പൊതുവെ അറിയുന്ന ആളുകളാണ് എന്ത് ആ ഒരു അർത്ഥത്തിൽ ഏകദൈവവിശ്വാസികളാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അത് ഒരു വളരെ എളുപ്പത്തിലുള്ളൊരു സംഗതിയാണ് എതിർക്കാൻ. അപ്പോൾ അതാണ് സ്ട്രോമാൻ ഫാലസി. അതായത് അപ്പുറത്തെ ആൾക്ക് ഇല്ലാത്തൊരു വാദം അയാൾക്ക് ഉണ്ട് എന്ന് ആരോപിച്ചിട്ട് അതിനെ എതിർക്കുക എന്നുള്ളതാണ്. ഖുർആൻ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഖുർആനിൽ വ്യത്യസ്ത ഖിറാഅത്തുകളുണ്ട് എന്നുള്ളത് ഒരു വിഷയമായിട്ട് വലിയ സമർത്ഥിക്കുകയാണ്. ഖുർആൻ വ്യത്യസ്ത ഖിറാഅത്തുകളുണ്ട് എന്നുള്ളത്. ആക്ച്വലി ഖുർആനിൽ വ്യത്യസ്ത ഖിറാഅത്തുകൾ ഇല്ല നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ബേസിക്കലി നമ്മൾ പറയുന്നത് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് നമുക്ക് അതേപോലെ ഇന്ന് അവൈലബിൾ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഖുർആനിൽ വ്യത്യസ്ത ഖിറാഅത്തുകൾ ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ, ഖുർആനിൽ ഒരൊറ്റ ഖിറാഅത്തേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒന്നിലധികം ഖിറാഅത്ത് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ വാദത്തിനുള്ള വിമർശനമാണ്. എന്നാൽ ഒന്നിലധികം ഖിറാഅത്ത് ഉണ്ട് എന്നതിനെ നിഷേധിക്കാത്തിടത്തോളം കാലം ഇവരുടെ വിമർശനം നമുക്കില്ലാത്തൊരു വാദം, അതായത് ഖുർആൻ ഒറ്റ ഖിറാഅത്തേ ഉള്ളൂ എന്നുള്ള വാദം നമുക്കുണ്ട് എന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് ആ വാദം തെറ്റാണ് എന്ന് എളുപ്പമാണല്ലോ. ഖുർആനിൽ മൾട്ടിപ്പിൾ ഖിറാഅത്ത് ഉണ്ട് എന്ന് തെളിയിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അത് ഒന്നിനുള്ള മറുപടിയല്ല. കാരണം ഖുർആനിൽ മൾട്ടിപ്പിൾ ഖിറാഅത്തുകളില്ല, ഒരു ഖിറാഅത്ത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെവിടെയും അവകാശപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതെ, അപ്പോൾ അതാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. പിന്നെയുള്ള മറ്റൊരു സംഗതി ഇപ്പോൾ ജനറ്റിക് ഫാലസി എന്നൊരു സംഗതി ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ഹോമിനം ഫാലസിയുടെ ഒരു വകഭേദമായിരിക്കും അല്ലേ. ജനറ്റിക് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രത്യേക ദേശം അല്ലെങ്കിൽ ഒരു പ്രത്യേക വംശം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ജിയോഗ്രഫിയിലുള്ള ആളുകൾ ഇവർ പറഞ്ഞ സംഗതിയാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പാടില്ല. അതായത് അവർ പറഞ്ഞതിൻ്റെ കണ്ടൻറ്റോ പിന്നെ അതിൻ്റെ തെളിവോ ഒന്നും പരിഗണിക്കാതെ അവർ പറഞ്ഞാൽ ഓക്കെ അത് പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഇപ്പോൾ ഈ ഫോണ് മെയ്ഡ് ഇൻ ചൈനയാണോ അത് ഒക്കെ മോശമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അർത്ഥത്തിൽ, അതായത് ചൈനക്കാരൻ പറയുന്നതാണ്, ഓക്കെ അതൊക്കെ അംഗീകരിക്കാൻ പറ്റില്ല. അതായത് അയാളുടെ ഒറിജിൻ വെച്ചിട്ട് പിന്നെ അത് ഒക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് അതിൻ്റെ അയാൾ പറഞ്ഞ വിഷയം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചൈനക്കാരൻ എന്ന് പറയാണ് പിന്നെ ചൈനക്കാരനൊരു ഓക്കെ ഭൂമി ഉരുണ്ടിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ സാധാരണ രീതിയിൽ അംഗീകരിക്കുന്ന ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞു വെക്കുക. എന്നാൽ അത് ചൈനക്കാരൻ പറഞ്ഞതുകൊണ്ട് മാത്രം അത് ഫാക്റ്റ് അല്ലാണ്ടാവുന്നില്ല. അല്ലെങ്കിൽ അയാൾ പറഞ്ഞ് ഇപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പ്രത്യേക അയാൾ ഒരു തെളിവുകളോടുകൂടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ചൈനക്കാരനല്ലേ അത് അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംസാരത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സംഗതിയാണ് നമ്മൾ ജനറ്റിക് ഫാലസി എന്ന് പറയുക. അതായത് അയാളുടെ ഒറിജിൻ, അയാളുടെ ഒരു ദേശമോ വംശമോ അയാളുടെ ഐഡൻറ്റിറ്റി അല്ലേ, അയാളുടെ ഒരു സ്വത്വം വെച്ചുകൊണ്ട് മാത്രം അത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള നിലപാട്. അപ്പോൾ ഇതും യുക്തിപരമല്ല, യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ന്യായവൈകല്യമായിട്ടുള്ള അത് പിന്നെ ലോജിക്കൽ ഫാലസിയാണ് നമ്മൾ ന്യായവൈകല്യം എന്ന് പറയും. ലോജിക്കൽ ഫാലസി ആയിട്ടുള്ള ഒരു നിലപാടാണ് ഈ ഒരു അർത്ഥത്തിലുള്ള ഒരാളുടെ ഒറിജിൻ വെച്ചിട്ട് അതിനെ, അത് അയാൾ പറയുന്ന തെളിവുകൾ പരിഗണിക്കാതെ. ഇതും നമ്മൾ ഈ ഒരു ചർച്ചയിൽ പലപ്പോഴും കാണുന്നതാണ് അല്ലേ. നമ്മളെന്തെങ്കിലും ഒരു വിഷയം സംസാരിച്ചാൽ ആ വിഷയത്തിൻ്റെ കണ്ടന്റിനെ കുറിച്ച് അതിന് മറുപടി പറയുകയോ, ഓക്കെ അത് മറുപടിയുള്ള അർഹിക്കുന്നതാണെങ്കിൽ മറുപടി പറയുക, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അംഗീകരിക്കുക. ഇതിനപ്പുറം പിന്നെ അതിൽ ഒരു മറുപടി പറയാതെ ജസ്റ്റ് ഓക്കെ ഇതൊക്കെ നിങ്ങളെ പിന്നെ മുസ്ലിങ്ങൾ മദ്രസ പൊട്ടന്മാർ എന്ന് പറഞ്ഞിട്ട് അതിനെ അവഗണിക്കുക എന്നുള്ളത് ഈ ഒരു അർത്ഥത്തിലൊരു ജനറ്റിക് ഫാലസി എന്നുള്ള ഒരു ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു ഫാലസി വേറെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേറെന്ത് ഫാലസിയാണ് നമ്മൾ ഫ്രീക്വൻ്റ് ഉപയോഗിക്കുന്ന നമ്മളല്ല നമ്മുടെ സമൂഹത്തിൽ ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി പൊതുവെ കണ്ടുവരാറുള്ള ഒരു ഫാലസിയാണ് സർക്കുലർ ഫാലസി എന്ന് പറയുന്നത്. ഇതിപ്പം ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്താണോ അത് തന്നെ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുക എന്നുള്ളത്.
ഇത് അസ്യൂമിങ് ദ കൺക്ലൂഷൻ, നമ്മുടെ കൺക്ലൂഷൻ തന്നെ നമ്മൾ നമ്മുടെ പ്രിമൈസിൽ കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ ബേസിൽ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫലസിയാണ്. ഇപ്പം പലപ്പോഴും പറയാറുള്ളത് എന്താണ്, ഖുർആനും ബൈബിളും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ഖുർആനും ബൈബിളും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം 2 ഓപ്ഷനുകളേ ഉള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇത് കോയിൻസിഡൻസ് ആണ്, അതല്ലെങ്കിൽ ഖുർആൻ ബൈബിളിൽ നിന്ന് പകർത്തി എഴുതിയതാണ്, കോപ്പി അടിച്ചതാണ് എന്നുള്ളത്. ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. കോയിൻസിഡൻസിലൂടെ ഈ സിമിലാരിറ്റി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് കോപ്പി അടിച്ചതാണ് എന്നുള്ളത്. അപ്പോൾ ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതായതുകൊണ്ട് ഇസ്ലാം തെറ്റാണ്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഓപ്ഷനേ ഉള്ളൂ എന്നവർക്ക് മനസ്സിലാകുന്നത് ഖുർആൻ ഇസ്ലാം തെറ്റാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. കാരണം ഇസ്ലാം ശരിയാണെന്ന് അസ്യൂം ചെയ്ത്, അല്ലെങ്കിൽ ഇസ്ലാം തെറ്റാണെന്ന് അസ്യൂം ചെയ്യുന്നില്ല എങ്കിൽ 3 ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി. ഇസ്ലാം ശരിയാവാനും തെറ്റാവാനുമുള്ള സാധ്യത അവർ ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഓപ്ഷനുകളുണ്ട്. ഒന്ന്, ഖുർആനും ബൈബിളും ഒരേ ദൈവത്തിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ ഖുർആനും ബൈബിളിന്റെ ചില ഭാഗങ്ങളും ഒരേ ദൈവത്തിൽ നിന്നുള്ളതാണ്. 2, കോപ്പി അടിച്ചതാണ്. 3, സിമിലാരിറ്റിയാണ്. ഈ 3 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ കോയിൻസിഡൻസ് ആണ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കളഞ്ഞാലും പിന്നെയുണ്ട് 2 ഓപ്ഷൻസ്. അപ്പം ഇതിൽ നിന്ന് ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ 2 ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നതുകൊണ്ടാണ് എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇസ്ലാം തെറ്റാണ് എന്ന് ആദ്യം അസ്യൂം ചെയ്യണം. പക്ഷെ അങ്ങനെ ഇസ്ലാം തെറ്റാണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ് ഇസ്ലാം തെറ്റാണെന്നുള്ള കൺക്ലൂഷനിലേക്ക് വരുന്നത്. ഇസ്ലാം തെറ്റാണ്, അതുകൊണ്ട് 2 ഓപ്ഷനേ ഉള്ളൂ. അതിലൊരു ഓപ്ഷൻ കോയിൻസിഡൻസ് പ്രോബബിൾ അല്ല, പിന്നുള്ള ഒരു ഓപ്ഷൻ കോപ്പി അടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ കോപ്പി അടിച്ചു, അതുകൊണ്ട് ഇസ്ലാം തെറ്റാണ്. സ്റ്റാർട്ടിങ് ഇസ്ലാം തെറ്റെന്ന് തുടങ്ങുന്നത്, എൻഡിങ് ഇസ്ലാം തെറ്റെന്ന് തുടങ്ങുന്നത്. ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി അല്ലെങ്കിൽ സർക്കുലർ ഫാലസി. അതായത് നമ്മൾ പിന്നെ ഒരു കാര്യത്തിന് തെളിവായിട്ട് കൊണ്ടുവരുന്ന സംഗതി തന്നെയാണ് നമ്മളെ കൺക്ലൂഷൻ. അതായത് ഇപ്പം നമ്മൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ ജോർജിൻ്റെ വീട് എവിടെ വെച്ചു പറഞ്ഞാൽ അബ്ദുള്ളാൻ്റെ വീടിൻ്റെ അടുത്ത് പറഞ്ഞു, അബ്ദുള്ളാൻ്റെ വീട് എവിടെ വെച്ചാൽ ജോർജിൻ്റെ വീടിൻ്റെ അടുത്ത് പറഞ്ഞു. ഇതൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല, അവരുടെ അഡ്രസ്സ് ഒരിക്കലും മനസ്സിലാവില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുക. ഇതേപോലെ ഒരു സംഗതി, അതായത് എന്താണോ ഒരു തെളിവ് കൊടുക്കുന്നത് ആ തെളിവ് ഇപ്പുറത്ത് അതേ കാര്യത്തിൽ നിന്ന് വരും, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതല്ലാണ്ട് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റൊരു എവിഡൻസ് അവർ കൊണ്ടുവരില്ല എന്നുള്ള ഈ ഒരു അർത്ഥത്തിലുള്ള സംഗതിയാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവന്നാലും പിന്നെ ഈ ആർഗ്യുമെന്റ് ആവശ്യമില്ലല്ലോ. ഇസ്ലാം തെറ്റാണെന്ന് വേറെ എന്തെങ്കിലും തെളിവുകൾ ഉപയോഗിച്ച് കൊണ്ടുവന്നാൽ പിന്നെ ഈ ആർഗ്യുമെന്റ് ആവശ്യമില്ല. ഇസ്ലാം തെറ്റാണ് എന്ന് ഇവിടെ അസ്യൂം ചെയ്താൽ ഇത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി ആയി. വേറെ എവിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ആർഗ്യുമെന്റ് ആവശ്യവും വരുന്നില്ല. അപ്പോൾ നമുക്ക് പിന്നെ കാര്യങ്ങളുടെ ഒരു സത്യത മനസ്സിലാക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഫാലസികൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി കൊണ്ടുവരുന്ന തെളിവുകൾ, അയാളുടെ വാദം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഇത് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സർക്കുലർ ഫാലസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ വാദം തെറ്റാണ്, അയാൾ കൊണ്ടുവന്ന തെളിവ് വെച്ചിട്ട് അയാൾ പറയുന്ന കൺക്ലൂഷൻ കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു യുക്തിപരമായിട്ടുള്ള അനലൈസിസ് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരാളുടെ റീസണിങ് തെറ്റായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ തെളിവുകൾ തെറ്റാണ് എന്നതുകൊണ്ട് അയാളുടെ കൺക്ലൂഷൻ തെറ്റാവണമെന്ന് നിർബന്ധമില്ല. അയാളുടെ കൺക്ലൂഷൻ തെറ്റാണെന്ന് നിർബന്ധമില്ല, പക്ഷെ അയാളുടെ റീസണിങ് തെറ്റാണ്. അയാൾ കൊണ്ടുവന്ന തെളിവ് വെച്ചിട്ട് ആ കൺക്ലൂഷൻ കിട്ടില്ല എന്ന്. അതെ കിട്ടില്ല, എക്സാക്ട്ലി. ഇപ്പോൾ ഇത് ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഇപ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഇപ്പോൾ നമ്മൾ പിന്നെ പറയാണ്, ഏതൊരു സിനിമാ നടൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പീൽ ടു അതോറിറ്റി ആണ് എന്ന് പറയാം. കാരണം സിനിമാ നടൻ ആരോഗ്യത്തിൻ്റെ ഒരു വിഷയം പറയാനുള്ള ഒരു അതോറിറ്റി ഒന്നുമല്ല. പക്ഷേ അയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവതരിപ്പിച്ചു. അപ്പോൾ നമ്മൾ പറയാണ് നീ പറഞ്ഞ അപ്പീൽ ടു അതോറിറ്റിയാണ്, ഫാലസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ കൊണ്ടുവന്ന റീസണിങ് തെറ്റാവാം, പക്ഷെ അപ്പോഴും പുകവലി ആരോഗ്യത്തിന് ഹാനികരം ആണ്. അത് ആണെന്ന് പറയാൻ കാരണം അത് നമുക്ക് വേറെ നിലക്ക് തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. എന്നാൽ ഇയാൾ കൊണ്ടുവന്ന ആ ഒരു വാദത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു തെളിവ് കിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ കാര്യങ്ങളെ യുക്തിപരമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ഫാലസികൾ ഒഴിവാക്കുക എന്നുള്ളത്. ഫാലസികൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നമ്മൾ ആരുടെ ഒരു വാദമാണോ കേൾക്കുന്നത് അയാളുടെ വാദത്തിലുള്ള ഫാലസികൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു പ്രധാന ഫാലസി വിട്ടുപോയി, നമുക്ക് പൊതുവിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നൊരു, പൊതുവിൽ ഒട്ടുമിക്ക ആർഗ്യുമെന്റുകളും വരുന്നൊരു ഫാലസിയാണ് നോൺ സെക്യൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പം നോൺ സെക്യൂട്ടർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്,
നിങ്ങളൊരു വാദം പറഞ്ഞ ആ വാദത്തിൽ നിന്ന് കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല എന്നുള്ളത്. പ്രിമൈസിൽ നിന്ന് കൺക്ലൂഷൻ ഫോളോ ചെയ്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എന്താണ്, എൻ്റെ വീട്ടിലൂടെ പോയ ഒരു ബസ് ചുവന്ന ബസ്സാണ്, അതുകൊണ്ട് അതിന് വേഗത കൂടുതലാണ്. അതൊരിക്കലും എന്തല്ല ഫോളോ ചെയ്യില്ല. കാരണം ബസ് ചുവപ്പാണ് എന്നതുകൊണ്ട് അതിൽ നിന്ന് എന്ത് വരില്ല, വേഗത കൂടുതലെന്നുള്ള കൺക്ലൂഷൻ കിട്ടില്ല. അപ്പോൾ ഇത് പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടാക്റ്റിക്കാണ് പറയാൻ പറ്റും. അത് വെറുതെ എന്തോന്ന് പറയും, എന്തോ ഒരു റീസണിങ് കൊണ്ട് പറയും, എന്നിട്ട് കൺക്ലൂഷൻ പറയും. കേൾക്കുന്നോ വിചാരിക്കും ഓക്കെ ഇത് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ഇതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് പറയും. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളെ സത്യത്തിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ട്രൂ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം, നമുക്കൊരു കൺക്ലൂഷൻ കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഖുർആൻ തെറ്റാണ്, അതെന്തുകൊണ്ട് തെറ്റാണെന്നുള്ളൊരു വിശദീകരണം അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു നമ്മൾ ചർച്ചയിലൊക്കെ കാണുന്ന മറ്റൊരു ന്യായ വൈകല്യമാണ് അപ്പീൽ ടു നോവൽറ്റി എന്ന് പറയും. അതായത് പുതിയതാണ് എന്നുള്ളതുകൊണ്ട് ഒരു സാധനം ശരിയാന്ന് പറയാം. പുതിയതാണ്, ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരാൾ എന്ന് പറയാണ് 1 1 2 അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇത് പണ്ടേയുള്ള ഇതല്ലേ, ഇത് കുറേ പഴക്കമുള്ള പഴകിപ്പൊളിച്ച വാദമല്ലേ എന്ന് പറഞ്ഞ് അതൊന്നും പറ്റില്ല. ഇതിപ്പോൾ കുറേ നമ്മളിപ്പോൾ 2025 ജീവിക്കുന്നത്, അല്ലെങ്കിൽ 25 ഇപ്പോഴും ഈ പഴയ വാദവുമായിട്ടാണോ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ചോദ്യം എന്തായിരിക്കും, അത് അപ്പീൽ ടു നോവൽറ്റിയാണ്. അത് പുതിയതാവണം, അല്ലെങ്കിൽ പഴയത് തെറ്റാണ്, പുതിയത് ശരിയാണ്, പുതിയതായതുകൊണ്ടൊരു കാര്യം ശരിയാണ് എന്നുള്ളൊരു. അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് അപ്പീൽ ടു മറ്റേ നോൺ സെക്രട്ടറിന്റെ വേറൊരു ഉദാഹരണം ഓർമ്മ വന്നത്. അത് എന്നോട് ഒരാൾ പറഞ്ഞത്, ചന്ദ്രനിൽ വെള്ളം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദൈവമില്ല. അപ്പോ സംഭവം എന്താ വെച്ചാല്, ആൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ചന്ദ്രനിൽ വെള്ളം കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദൈവമില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് അത് നമുക്കറിയില്ല. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന രീതിയിലാണ് ആൾ ചോദിച്ചത്. പക്ഷെ അതൊരു ആർഗ്യുമെന്റ് അല്ല. നോൺ സെക്രട്ടറി ആണ്, ചന്ദ്രനിൽ വെള്ളം കണ്ടുപിടിച്ചു എന്നതോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായി എന്നുള്ളതോ ഒന്നും തന്നെ ദൈവം ഉണ്ട് എന്നതിനെയോ ഇല്ല എന്നതിനോ ഉള്ള തെളിവുകളല്ല എന്നുള്ളതാണ്. അതിൻ്റെതായ തെളിവുകൾ മുന്നോട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഈ പിന്നെ പറഞ്ഞു വന്നത്, നമ്മൾ യുക്തിപരമായിട്ടായിരിക്കണം നമ്മുടെ കൺക്ലൂഷനുകൾ എത്തിച്ചേരേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള ന്യായ വൈകല്യങ്ങളെ, ലോജിക്കൽ ഫാലസികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു വന്നത് ലാസ്റ്റ് അപ്പീൽ ടു നോവൽറ്റി, അതായത് പുതുതായിട്ടൊരു കാര്യം പുതിയതാണ് എന്നതുകൊണ്ട് മാത്രം അത് ശരിയാണ് എന്ന് വിശ്വസിക്കുക. പഴയതാണ് എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം തെറ്റാവുന്നില്ല. പിന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ മാത്തമാറ്റിക്സ്. നമ്മൾ എത്ര അല്ലേ, 1 1 എത്ര കാലം കഴിഞ്ഞാലും അത് 1 + 1 = 2 തന്നെയാണ്, അത് കാലത്തിന് അതീതമായിട്ട്. അപ്പം സയൻസിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പുതിയതായത് ബെറ്റർ ആണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ബെറ്റർ ആവില്ലേ സയൻസിൽ? പുതിയതായതുകൊണ്ടല്ല അത് ബെറ്റർ ആകുന്നത്, അത് കൂടുതൽ എവിഡൻസുകൾ കിട്ടുന്ന സപ്പോർട്ടുകളുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതായത് നമുക്ക് പിന്നെ അതിന് നമ്മൾ കാലം കഴിയുന്തോറും നമുക്ക് പുതിയ എവിഡൻസുകൾ കിട്ടുകയും ആ എവിഡൻസുകൾ വെച്ചുകൊണ്ട് നമ്മളത് ഓക്കെ പുതിയ ബെറ്റർ ആയിട്ടുള്ള കൺക്ലൂഷനുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പുതിയതായതുകൊണ്ട് ബെറ്റർ ആണെന്നല്ല. ഇപ്പോൾ ചിലപ്പോൾ പുതിയതായതുകൊണ്ട് തന്നെ നമുക്കൊരു തെറ്റായ ഒരു ഇൻഫർമേഷൻ കിട്ടി, ഒരു എവിഡൻസ് നമ്മളൊരു തെറ്റായ നിഗമനത്തിലേക്ക് നയിച്ചു, അങ്ങനെയും സംഭവിക്കാം. പിന്നീട് നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാം. കാരണം നമ്മുടെ ആ ഒരു എവിഡൻസുകൾ പരിഗണിച്ചതിൽ ചില മിസ്റ്റേക്ക് വന്ന് എന്ന് തിരിച്ചറിഞ്ഞാൽ അല്ലേ, ആ ഒരു അർത്ഥത്തിലും ഒക്കെ സംഭവിച്ചേക്കാം. പക്ഷെ അവിടെ നമ്മൾ പരിഗണിക്കേണ്ട എന്താണ്, തെളിവുണ്ടോ എന്നുള്ളതാണ്. തെളിവാണ് നമ്മൾ പരിഗണിക്കേണ്ടത്, അല്ലാണ്ട് പുതിയതാണോ പഴയതാണോ എന്നുള്ളത് ഒരു കാര്യത്തിൽ നമ്മളെ കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന ഒന്നല്ല. അങ്ങനെ ചിന്തിക്കുന്നത് അത് ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമല്ല. ഓക്കെ, അപ്പോൾ അതാണ് അപ്പീൽ ടു നോവൽറ്റി എന്ന് പറഞ്ഞ മറ്റൊരു ന്യായവൈകല്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യായവൈകല്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് യുക്തിപരമായിട്ട് കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ട ഒന്നാമത്തെ ഒരു സംഗതി, അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ഒരു നിലപാട്. ഓക്കെ, ഇന്ന് നമ്മൾ യുക്തി എന്താണ്, കോമൺ സെൻസ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഡിഡക്റ്റീവ് ലോജിക് എന്താണ്, ലോസ് ഓഫ് ലോജിക് എന്താണ്, അതേപോലെ ബേസ് തിയറി എന്താണ്, ഇൻഡക്റ്റീവ് ലോജിക് എന്താണ്, ഫാലസികൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു മിനിമം ബേസിക് ധാരണ കിട്ടി എന്ന് കരുതുന്നു. അപ്പം നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു ആർഗ്യുമെൻറ്റ് കേൾക്കുമ്പോഴും പലപ്പോഴും ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു വിഷയമാണ്, അവർക്ക് ആർഗ്യുമെൻറ്റ് മനസ്സിലാവണം എന്നൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ അടുത്ത് ഒരു പോസ്റ്റ് കണ്ടത്, ഒരു ഇസ്ലാമിക പ്രബോധകൻ്റെ പോസ്റ്റ് കണ്ടത്, അയാൾക്കൊരാൾ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് റിഫ്യൂട്ട് ചെയ്യും, ഇതെൻ്റെ ഈമാൻ വല്ലാണ്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്, ഇതൊന്ന് പ്ലീസ് ഒന്ന് റിഫ്യൂട്ട് ചെയ്യൂ
എന്നാണ് പറഞ്ഞത്. അപ്പം മറ്റേ ആൾ ചോദിച്ചു, പ്രബോധകൻ ചോദിച്ചു, ഓക്കെ ആ വീഡിയോയിൽ എന്താണ് പറയുന്നത്, ഞാൻ റിഫ്യൂട്ട് ചെയ്യാൻ എന്താണ് പറയുന്നത്. അപ്പം തിരിച്ചാൾ കൊടുത്ത മറുപടി ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് വീഡിയോ ആൾ കണ്ടിട്ടില്ല, വീഡിയോ കാണാതെ തന്നെ ആൾക്കതിൽ ഡൗട്ട് വന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ എന്തോ ഒരു വിമർശനം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ പലപ്പോഴും ഡൗട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഡൗട്ട് ഉണ്ടാവേണ്ട കാര്യമല്ല. നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്ത് പഠിച്ച് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ് ഡൗട്ട് എന്ന് പറയാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എന്നുള്ളത്. പലർക്കും ഉണ്ടാകുന്ന ഒരു വിഷയമാണത്. അപ്പം നമുക്കൊരു ചില ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല, അറിയുന്നില്ല എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവണം എന്നില്ല. ചില ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മറുപടി അറിയുണ്ടാവില്ല. അപ്പം എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി ഇല്ല എന്നതുകൊണ്ട് ഇത് പലപ്പോഴും ഒരു ഇമോഷണൽ ആയിട്ടുള്ള സംഗതി ആയിരിക്കും അല്ലേ, ഈ ഇങ്ങനെ അറിയാണ്ട് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു ഇമോഷണൽ എന്താണ് ഒരു അല്ല, ഇത് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു സംഗതിയല്ലേ, അപ്പീൽ ടു ഇമോഷൻ എന്നുള്ള ഒരു ഫാലസി. അതായത് പിന്നെ അതും അത് യുക്തിപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അപ്പീൽ ടു ഇമോഷൻ എന്നുള്ള ഒരു ഫാലസി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യായവൈകല്യം, അതായത് നമ്മളെ ഇമോഷണലി നമ്മളെ ട്രിഗർ ചെയ്തിട്ട് നമ്മളൊരു നിലപാടിലേക്ക് എത്തിക്കുക. അതായത് യുക്തിപരമായിട്ടുള്ളൊരു കാരണം പറയാൻ കഴിയില്ല, പക്ഷേ ഇമോഷണലി ട്രിഗർ ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, ഒരാൾ പറയാണ് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പം പുറത്തുള്ള ആൾ ചോദിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, നിൻ്റെ അച്ഛൻ കള്ള് ഷാപ്പ് നടത്തിയിട്ട് ജീവിച്ച ആളല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ അച്ഛനെ വെച്ച് പറയുമ്പം അയാൾക്കൊരു ഇമോഷണലി ഒരു ഫീലിംഗ് വരും. അപ്പോൾ അയാൾ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് മാറിയേക്കാം, അല്ലെങ്കിൽ അതിനെ മാറി ചിന്തിച്ചേക്കാം എന്നുള്ള ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഒരു ഇമോഷണൽ കാരണം അയാൾക്ക് ഉണ്ടായാൽ പോലും അയാൾ പറഞ്ഞത് കാര്യം തന്നെയാണ്, അയാൾ പറഞ്ഞ പോയിൻ്റാണ്. അതിനെ എതിർക്കാൻ ഈ ഒരു ഇമോഷൻ വെച്ചിട്ടല്ല അതിനെ എതിർക്കേണ്ടത്, അല്ലെങ്കിൽ ഇമോഷൻ വെച്ച് അതിനെ എതിർക്കുക എന്നുള്ളത് യുക്തിപരമായിട്ട് അതിന് അയാൾ പറഞ്ഞ വാദത്തിനുള്ള ഒരു എതിർപ്പാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അപ്പീൽ ടു ഇമോഷൻ ഫാലസി. ഇതും പലപ്പോഴും ഒരു ഇസ്ലാമിക വിമർശനത്തിലൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അപ്പീൽ ടു ഇമോഷൻ ഫാലസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഫാലസികൾ കമ്മിറ്റ് ചെയ്യാതെ നമ്മളൊരു ആർഗ്യുമെൻറ്റ് മേക്ക് ചെയ്യുമ്പോൾ ഇത്തരം ഫാലസികൾ കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ ആർഗ്യുമെൻറ്റ് നോൺ സെക്യൂട്ടർ ആവാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ്, ആ രീതിയിലുള്ള ആർഗ്യുമെൻറ്റുകളായിരിക്കണം. ഇത് നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾക്കൊരു ആർഗ്യുമെൻറ്റ് മേക്ക് ചെയ്യാൻ ഇതുകൊണ്ട് ഒരു പക്ഷേ സാധിച്ചേക്കാം. മറ്റൊന്ന് വേറെ ആരെങ്കിലും ഇസ്ലാമിനെതിരെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആർഗ്യുമെൻറ്റോ വെക്കുകയാണെങ്കിൽ അതിലുള്ള ഇത്തരം ന്യായ വൈകല്യങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനും സാധിക്കും എന്നുള്ളതാണ്. സോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.